അല്പം കൂടി കട്ടിയാകാം, സ്ഥാനാർത്ഥികൾക്ക് കുറച്ചുകൂടി മനക്കട്ടിയാകാമെന്നാണ് ഒരു വാർത്ത. ഞങ്ങൾ എന്തും താങ്ങും, പക്ഷേ അതേപോലെ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്കത് താങ്ങാനാകില്ല. നമുക്കറിയാം CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകളാണ്. പക്ഷേ ആ ഒരു മനക്കട്ടി, ആ ഒരു സ്ഥൈര്യം ഒക്കെ പുതിയ സ്ഥാനാർത്ഥികൾക്ക്, പുതിയ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ മനക്കരുത്തിനെക്കുറിച്ചുള്ള സൂചനയായിരുന്നു കോടിയേരിയുടെ ഈ വാക്കുകൾ. പക്ഷേ അത് ചോർന്നു പോവുകയാണോ? താഴെ തട്ടിലെങ്കിലും സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ജീവനൊടുക്കാൻ ശ്രമിക്കുന്നവരുമൊക്കെ അങ്ങനെ ധാരാളം പേരുടെ വാർത്തകൾ വരുന്നു. ഏതാനും മാസത്തിൻ്റെ ഇടയിൽ സംസ്ഥാനത്താകെ ജീവനൊടുക്കിയ തദ്ദേശ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും എണ്ണം 10ഓളം വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മനോരമ. സൈക്യാട്രി വിദഗ്ധരുടെയൊക്കെ പ്രതികരണങ്ങളും ആ വാർത്തയോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അല്പം കൂടി കട്ടിയാകാം രാഷ്ട്രീയക്കാരുടെ മനസ്സിന് എന്ന് പറയുന്നു. താഴെ ആ സീറ്റിൽ ആര്? മറ്റൊരു കൗതുക വാർത്തയാണ്. വനിതാ സംവരണ സീറ്റിൽ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നമാണ് ഒരു പക്ഷേ ഉയർത്തപ്പെടാം ഇത്. ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്ന ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി അമേയ പ്രസാദ് മത്സരിക്കുന്നതിൽ ഒരാശയക്കുഴപ്പമുണ്ടെന്ന് പറയുന്നു. വനിതാ സംവരണ സീറ്റിലാണ് അമേയെ സ്ഥാനാർത്ഥിയാക്കിയത്. ട്രാൻസ്ജെൻഡറിന് വനിതാ സംവരണ സീറ്റിൽ മത്സരിക്കാമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതേപോലെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ വനിതാ സംവരണ വാർഡായ വയലാറിൽ ട്രാൻസ്ജെൻഡർ അരുണിമ M. കുറുപ്പിനെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ഇതേ നിയമ പ്രശ്നം ഉയരുന്നുണ്ട് എന്നുള്ള വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു.